ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവം. ഞാൻ പറ്റുമെങ്കിൽ ഗൈസ് എല്ലാവരും എല്ലാ ഗ്രൂപ്പിലും ഈ ഇഷ്യൂ അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യും. ഞാൻ എൻ്റെ ഭാഗം എൻ്റെ സൈഡ് പറയുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാരെ വിശ്വസിക്കും? എൻ്റെ സൈഡ് കേൾക്കാണ്ട് ഞാൻ ഒരക്ഷരം ഇപ്പം വന്നിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറയാണ്ട് ഞാൻ പറയാം ഞാൻ നിരപരാധിയാന്ന്. എത്ര ആൾക്കാർ വിശ്വസിക്കും? പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ മനുഷ്യന്മാർ. 3 മാസം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യം. 3 മാസം മുമ്പ് ഞാൻ ഒരക്ഷരം ഒരാളോട് പറയാണ്ട് 3 മാസമായിട്ട് ഈ പെയിൻ ഉള്ളിൽ കൊണ്ട് ഞാൻ ജീവിക്കാം. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ഇപ്പൊ ഷമീർ എന്നല്ല ലൈവ് ചെയ്ത് 2 മണിക്കൂർ ഇരുന്ന് പാച്ചക്കള്ളം സംസാരിച്ചു എന്നെ കുറിച്ച്. പാച്ചക്കള്ളം ആണോ? അയ്യടാ പാവം. ഓൻ ആ 2 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് ഒരൊറ്റ സാധനം കാണിച്ചത് ഓൻ്റെ ആഡ്സെൻസ് ഇങ്ങനെ എന്തോ ആക്കിയിട്ട് എന്തോ ഒരു കാണിച്ചിട്ട് ഇങ്ങനെ. നോ ബ്രോ, സോളിഡ് പ്രൂഫ്, എല്ലാം കറക്റ്റ് എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ ഇത് സ്റ്റാർട്ടായി, എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. ഞാൻ ഒരു ഉറപ്പ് പറയും, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. ഞാൻ പറയാം, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, ഇന്നലെ ആ ലൈവിൽ നടന്നത് അതിന് മുന്നേട്ട് അവരെന്തുകൊണ്ട് ആദ്യം ലൈവ് ചെയ്തില്ല? ആദ്യം ഒരു പ്രാക്ടീസ് പോലെ വീഡിയോ എടുത്ത് 10 ടേക്ക് എടുത്ത് വീഡിയോ എടുത്തിട്ടേക്കാം. അതാ നിന്റെ വിഷമം അല്ല പിന്നെ? ഞാൻ ഡയറക്റ്റ് ലൈവിൽ വന്ന് നിൻ്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഇന്നലെ അതിൽ പറഞ്ഞ ആ വീഡിയോയിലും ആ ലൈവിലും പറഞ്ഞ എല്ലാ കാര്യങ്ങളും പച്ചക്കള്ളാണ്. 1% പോലും അതിൽ സത്യമില്ല. 1%. അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, ഓർത്ത് നോക്കി. 0.5% ചിലപ്പോൾ സത്യം ഉണ്ടാവും. ഓക്കെ, 1% പോലും അതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാൻ ഇത് ചെയ്യൂലടാ. പക്ഷെ ഇതെനിക്ക് ഇനി ഇതിൽ ആരതൊക്കെ ജീവൻ തകരുമെന്ന് എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഞാൻ നിരപരാധിയാണെന്ന് എനിക്ക് തെളിയിക്കണം, വേറെ വഴിയൊന്നുമില്ല. മമ്മൂൻ്റെ കയ്യിൽ തുടങ്ങാം. ഓക്കെ, മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാനിവന് കൊടുത്തിട്ടുണ്ട്. പാടത്ത് ജോലി, വരമ്പത്ത് കൂലി, അതാ സാത്താൻ്റെ ഒരു ലൈൻ. സൂക്ഷിച്ച് ചെലവാക്കണം. കുറച്ച് ബാങ്കിലോട്ടോ. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഫ്രൂട്ട്സ് ഇത് 20 ഉള്ളൂ. പിന്നെ ഓൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ. പിന്നെ ഓൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ. ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും ഓനക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തോ. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വേറെ നമ്പർ ഉണ്ട്, എൻ്റെ ലീക്കായ നമ്പർ. ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ആ നമ്പറിലുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ. പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. ചെറുത് നോക്കണ്ട. എടാ, ഇവർക്ക് പൈസക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഇതാ 25. ഇത് ഇടക്കിടക്ക് ഓരോന്നും ഇങ്ങനെ മിസ്സായി പോകും. എനിക്കറിയില്ല. 25,000 രൂപ പൗലോസിന് പിള്ളേരാ. വേദനിക്കുന്ന ഒരു കോടീശ്വരനാടാ ഞാൻ. ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല, മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടിയാ ഇവർക്ക് കിട്ടുന്നതെന്നറിയോ? എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. പെരുമാളെ ഇത് ചതിയാ. അവൻ പറഞ്ഞ സത്യമല്ല. എന്താണ് വാസ്തവെന്ന് അവൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പറയിപ്പിച്ചു തരാം. ബാങ്ക് ബാലൻസിൽ ഒന്നുമില്ല.
അതിന് സാലറി വേണ്ടേ? എന്തെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവനെ പറ്റി നാട്ടുകാർക്ക് ശരിക്കും അറിയില്ല. നിങ്ങളുടെ ബാങ്ക് ബാലൻസിന്റെ മറ്റു സംഭവം അവര് ചോദിക്കുന്നത്. ഏത്? നീ ഒരിക്കൽ 40,000 എന്തോ ലൈവ് കാണിച്ചില്ലേ? ഞാനടക്കം വിശ്വസിച്ചത് അത്. എനിക്കിപ്പോ വിശ്വാസം നിന്റെ ഈ കാശുണ്ടെന്ന്. ചേട്ടാ സത്യമായിട്ട് എന്റെ പൈസ ഇല്ല. എടാ എന്റെ 5 പൈസ ഇല്ല. എടാ എനിക്ക് വിശ്വാസം. എന്റെ അമ്മോ. നിങ്ങള് മാത്രല്ല കാരണം എന്റെ ഉമ്മ പോലും വിശ്വസിച്ചു. 45,000 പിറ്റേന്ന് ഉമ്മ വഹിക്കുന്നത് 45,000 ഉറുപ്പില്ല, എന്താ പൈസ അയക്കാത്തേന്ന്. സ്വാഭാവികം. കാരണം ഓന്റെ പൈസയാടാ. ഓൻ ഞങ്ങക്ക് 2-3 ദിവസം മുമ്പേ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങി ബാങ്ക് ബാലൻസ്. ഇതിപ്പോ ഓൻ പറഞ്ഞാടാ ഇങ്ങനെ ഇവര് ചോദിക്കുമ്പോ എന്തായാലും കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഓൻ തന്നെ ആരോടോ അങ്ങ് അയപ്പിക്കും. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. കാരണം ഓനിക്ക് ഇങ്ങനെ അയക്കാൻ പറ്റില്ല, എന്തോ ടാക്സ് എന്തോ. അപ്പോ ഓന്റെ പൈസയും ഓന്റെ പ്രൊമോഷന്റെ പൈസയെല്ലാം കുറച്ച് അനക്ക് അയക്കും, ബാക്കിയുള്ളവർ കുറെ ഉണ്ടാവും, കുറെ ആൾക്ക് ഓനക്ക് അയക്കും. അങ്ങനെ അയച്ച പൈസയാണ് ആ 45,000 എന്നുള്ള ഒരു സാധനം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഞാൻ ഗൂഗിൾ പേന്റെ മൊത്തം ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതൊരിക്കലും ചതിക്കൂലല്ലോ നമ്മളെ. അപ്പൊ തെളിവായിട്ട് അതുണ്ട്. എന്താ ഉറക്കം വരുന്നു. അതും ഞാൻ മാസത്തിൽ വീട്ടിൽ പോകുമ്പോ ചോദിക്കും, നീ അത് ഇറക്കണം ഒരു 3 ദിവസം മുന്നേ അങ്ങ് ഇറക്കണം. നീ അത് ഒന്ന് ഒരു 3,000 തരുമോ, ഒന്ന് വീട്ടിൽ ഉമ്മാക്ക് കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറക്കണം, എന്നാലേ തരൂ. അപ്പൊ തട്ടിപ്പാണല്ലേ നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. എല്ലാണ്ട് ഒരു ഉറുപ്പ് ഇങ്ങോട്ടേക്ക് മമ്മോ നിന്റെ വീട്ടിൽ കൊടുക്കുക 5,000 എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എനിക്ക് തന്നിട്ടില്ല കേസ്. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി.